വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6. 53 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. ഗനേസറത്തിലെ അത്ഭുതങ്ങൾ. അവർ കടൽ കടന്ന് ഗനേസറത്തിൽ എത്തി വഞ്ചി കരയ്ക്കടുപ്പിച്ചു. കരയ്ക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു. അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവനുണ്ടെന്നു കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻപുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തിയിരുന്നു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. സാധാരണ ജനങ്ങളുടെ ഇടയിലുള്ള യേശുവിന്റെ ഫലപ്രദമായ സാന്നിധ്യം. യേശു തന്റെ ശിഷ്യന്മാരോടൊത്ത് ഒരിക്കൽ ഗനാസരത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് തോണിയിൽ കയറി പോവുകയുണ്ടായി. അവിടെ ഏതാനും ദിവസങ്ങൾ കഴിക്കാൻ ഉള്ള ഒരു ഉദ്ദേശവും യേശുവിനുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കടലിന്റെ ഗാലിലി പ്രദേശം ആയിട്ടുള്ള സ്ഥലം സാധാരണ രീതിയിൽ സമതലമാണ് എന്ന് വരികിൽ, കടലിന്റെ മറുകരയാകുന്ന ഗനാസരത്ത് പ്രദേശം ഒരു മലമ്പ്രദേശമാണ്. യേശു അവിടെ തോണിയിറങ്ങി ചെന്ന ഉടനെ തന്നെ അവിടെയുള്ള ജനങ്ങൾ യേശുവിനെ തിരിച്ചറിയുന്നു. വലിയ ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടെ യേശുവിനെ അവർ സ്വീകരിക്കുന്നു. എന്ന് തന്നെയല്ല, യേശുവിന്റെ സാന്നിധ്യം കുറച്ച് നാളത്തേക്ക് അവിടെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകാം സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളെ അവരെ വിവരമറിയിക്കുന്നു. ക്ഷണനേരം കൊണ്ട് ആളുകൾ അവിടെ ഓടിയെത്താൻ തുടങ്ങി. ഓരോരുത്തർക്കും യേശുവിനെ കാണണം, യേശുവിനെ സാധിക്കുമെങ്കിൽ ഒന്ന് തൊടണം, അവരെ ബാധിച്ചിരിക്കുന്ന രോഗത്തിൽ നിന്ന് അവർക്ക് ശാന്തി നേടണം. അങ്ങനെ പല പല ആവശ്യങ്ങളാണ് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത്. യേശു അവരുടെ ഉത്സാഹവും അവരുടെ ആത്മാർത്ഥതയും കണ്ട് അവരുടെ ഇടയിൽ കൂടെ വളരെ സന്തോഷപ്രദമായ രീതിയിൽ സഞ്ചരിക്കുന്ന ആയിട്ട് സങ്കല്പിക്കുന്നതിൽ തെറ്റില്ല. സാധാരണ ജനങ്ങളെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള ഒരു പ്രത്യേക കാരിസ്യം യേശുവിൽ ഉണ്ടായിരുന്നത് വളരെ പ്രകടമായ രീതിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തേത് എന്ന് നമുക്ക് ധരിക്കാം. രോഗികളായിട്ടുള്ള ആളുകള് തെരുവോരങ്ങളിൽ സ്ഥലമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ കിടത്തപ്പെട്ടുള്ള രോഗികളുടെ അടുത്തേക്ക് യേശു ചെല്ലുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു, അവരുടെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇതിനിടയിൽ ഓരോരുത്തരും യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊടുന്നു, യേശുവിന്റെ കയ്യിൽ സ്പർശിക്കുന്നു. അങ്ങനെ യേശുവും അവരും തമ്മിലുള്ള ആ സ്പർശനത്തിന്റെ ഫലമായിട്ട് രോഗത്തിൽ നിന്ന് ശാന്തി നേടുന്നു. വലിയ സന്തോഷവും ആശ്വാസവുമാണ് ജനങ്ങളില്. അങ്ങനെ യഥാർത്ഥത്തിൽ യേശുവിൻ്റെതായിട്ടുള്ള സാധാരണക്കാരുടെ ഇടയിലുള്ള ആശ്വാസം, സന്തോഷം, സമാധാനം പ്രദാനം ചെയ്യാൻ ഇടവരുന്ന രീതിയിലുള്ള ആ പ്രവർത്തനം വിജയപ്രദമായ ഒരു അനുഭവമായിട്ടാണ് സുവിശേഷം വായിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള വളരെ സമംഗളമായിട്ട് ഫലപ്രദമായിട്ട് യേശുവിന്റെ പ്രവർത്തനങ്ങള് വിജയത്തിലെത്തിയ അതിന്റെ ഒരു ചിത്രീകരണം എന്ന രീതിയിലാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് കരുതിയിൽ തെറ്റില്ല.